Hello friends, welcome to IGNO Pointers presented by Pointers Precision Prep EduTech. So in today's video, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സ്കോർ 90+ മാർക്സ് ഇൻ യുവർ അപ്കമിങ് ഡിസംബർ 2025 IGNO എക്സാംസ് എന്നതാണ്. സോ ഒരു 10 പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഡിസംബറിലെ IGNO എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഉള്ളത്. ജനുവരി വരെ ഈ എക്സാംസ് നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും വളരെ തിരക്കിട്ട പഠനത്തിലായിരിക്കാം, അഥവാ പലരും ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുത്ത് പഠിക്കാൻ തുടങ്ങുന്ന ഒരു സമയമായിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഈ 10 പോയിൻറ്റ്സിലൂടെ എങ്ങനെ നമ്മുടെ സ്റ്റഡി കുറച്ചും കൂടി സ്മാർട്ടർ ആക്കാം, ഇഫക്റ്റീവ് ആക്കാം, നമ്മുടെ എക്സാമിൻ്റെ സ്കോഴ്സ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു പ്ലാൻ യുവർ സ്റ്റഡി ഷെഡ്യൂൾ ആൻഡ് ദി സെക്കൻഡ് തിങ് ഇസ് ചെക്ക് എക്സാം ഡേറ്റ്സ് ആൻഡ് അവൈലബിൾ സ്റ്റഡി ഗ്യാപ്സ്. കാരണം വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു നവംബറിൽ ഈ ഒരു വീക്ക് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, എത്ര സബ്ജക്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എക്സാം എഴുതാൻ എത്ര സബ്ജക്ട്സ് ഉണ്ട്, ആ സബ്ജക്ട്സ് മീൻസ് ഓരോ സബ്ജക്റ്റിനും എത്ര ദിവസം കൊടുക്കാൻ പറ്റും, ആ രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു കാര്യം, ചെക്കിംഗ് ദി എക്സാം ഡേറ്റ്സ് ആൻഡ് അവൈലബിൾ സ്റ്റഡി ഗ്യാപ്സ്. ഇപ്പോൾ ഒരു എക്സാം നിങ്ങൾ ഡിസംബർ ആദ്യമാണ് നടക്കുന്നതെങ്കിൽ രണ്ടാമത്തെ എക്സാം ചിലപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞായിരിക്കാം. സോ ഈ 5 ദിവസം എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഗ്യാപ്പാണ്. അപ്പോൾ വേണമെങ്കിൽ ആ ഒരു 5 ദിവസം കഴിഞ്ഞ് വരുന്ന എക്സാമിന് നിങ്ങൾ തന്നെ ഒരു കോൾ എടുക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ ധൈര്യപൂർവ്വം ഓക്കെ ഞാൻ ആ പീരീഡിലാണിത് പഠിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളൊരു 8 എക്സാംസിന് അപ്പിയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് 8 എക്സാംസിനും പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്, എസ്പെഷ്യലി നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, ഓക്കെ ഇങ്ങനെ സ്റ്റഡി ഗ്യാപ്സ് നമുക്കൊരു 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസം സ്റ്റഡി ഗ്യാപ്പ് ഉള്ളപ്പോൾ ആ ദിവസം അടുത്ത എക്സാമിന് പഠിക്കാമെന്ന് ഡിസൈഡ് ചെയ്താൽ അധികം സ്റ്റഡി ഗ്യാപ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്ന എക്സാംസ് അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം ഗ്യാപ്പുള്ള എക്സാംസിൻ്റെ സബ്ജക്ട്സ് നമുക്ക് ഈ ഒരു വീക്കിൽ പഠിച്ചു തീർക്കാനും സാധിക്കും. സോ അതാണ് പ്ലാനിങ് ഫോർ യുവർ എക്സാം ആൻഡ് ചെക്കിംഗ് ദി എക്സാം ഡേറ്റ്സ് ആൻഡ് അവൈലബിൾ സ്റ്റഡി ഗ്യാപ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ 2 പോയിൻറ്റ്സ്. ഓക്കെ, ആൻഡ് ദി തേർഡ് തിങ് ആൻഡ് ദി ഫോർത്ത് തിങ് ഇസ് സ്റ്റഡി ബ്ലോക്ക് വൈസ് യൂസിങ് ദി ഇൻഡെക്സ് ആൻഡ് ദി ഫോർത്ത് തിങ് ഇസ് പ്രയോറിറ്റൈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡൂവബിൾ യൂണിറ്റ്സ്. അതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ് ദ 5th പോയിൻറ്റ്, റെഫർ ടു PYQs ഫോർ റിപ്പീറ്റഡ് ടോപ്പിക്സ് എന്നത്. സോ കാരണം നമ്മൾ ഇഗ്നോയുടെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫോർ മോസ്റ്റ് ഓഫ് ദി സബ്ജക്ട്സ്. അപ്പോൾ ഒരു ബ്ലോക്കിൽ 4 ചാപ്റ്റർ അല്ലെങ്കിൽ 5 ചാപ്റ്റർ എന്ന് പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇഗ്നോയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, PYQs ഒക്കെ നോക്കുമ്പോൾ പലപ്പോഴും ആ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നല്ല, ഒരു ബ്ലോക്കിൽ തന്നെ മൊത്തം ഐഡിയനെ കവർ ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറ്. അല്ലാത്ത കേസസും ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ പലരും എടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും അധികം ക്വസ്റ്റ്യൻസ് കാണാത്ത ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് ബാക്കി ബ്ലോക്കുകൾ പഠിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ ഓരോരുത്തരുടെയും സബ്ജക്റ്റ് അനുസരിച്ച് ഡിപ്പെൻഡൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും എല്ലാ ബ്ലോക്സും പഠിക്കാൻ നേരമില്ലാത്തപ്പോൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇമ്പോർട്ടൻറ്റ് ബ്ലോക്സ് ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രയോറിറ്റൈസിങ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡൂവബിൾ യൂണിറ്റ്സ്, അതേപോലെ സ്റ്റഡി ബ്ലോക്ക് വൈസ് യൂസിങ് ദി ഇൻഡെക്സ്. ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ മേജർ ഹെഡിങ്സ് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ടും നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് ഇത് വരുന്നതെന്ന് ഐഡിയ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഇൻഡെക്സിൽ പോയാൽ മതി. അഥവാ നമ്മളൊരു ബ്ലോക്ക് പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപും ഈ ഒരു ഇൻഡെക്സിൽ കൂടി പോവുകയാണെങ്കിൽ ഓക്കെ വാട്ട് ഈസ് ദിസ് ബ്ലോക്ക് ഗോയിങ് ടു കവർ അല്ലെങ്കിൽ വാട്ട് ഈസ് ദിസ് ചാപ്റ്റർ ഗോയിങ് ടു കവർ എന്നുള്ള ഒരു കൃത്യമായ ഐഡിയ കിട്ടും. അപ്പം നമുക്കത് പെട്ടെന്ന് പഠിച്ച് പോകാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇൻഡെക്സിലുള്ള ആ ടേംസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. ഓക്കെ, ആൻഡ് റെഫറിങ് ടു PYQs ഫോർ റിപ്പീറ്റഡ് ടോപ്പിക്സ്, അത് എല്ലാ എക്സാംസിനും നമ്മൾ പറയുന്ന കാര്യമാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഡിസംബർ 2025 എക്സാം എഴുതുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജൂൺ 2025 വന്ന എക്സാമിൻ്റെ പേപ്പർ, അതേപോലെ ഡിസംബർ 2024 വന്നതും ജൂൺ 2024 വന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കുക. അതിൽ തന്നെ ഞാനൊക്കെ എക്സാം എഴുതിയ സമയത്ത് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച കാര്യം, നമ്മളിപ്പോൾ ഈ ഡിസംബറിൽ എക്സാം എഴുതുമ്പോൾ ഇതിന് തൊട്ട് മുൻപ് ജൂൺ 2025 നടന്ന എക്സാമിൽ അതേ ക്വസ്റ്റ്യൻസ് വരില്ല. അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബർ 2024 നടന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻ വൺ ഓർ ദി അതർ വേ അതിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു തീമിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ഓക്കെ. അതേപോലെ തന്നെ PYQs നിങ്ങൾ പല എക്സാംസിനും ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെയൊക്കെ MA ഇംഗ്ലീഷിൻ്റെയൊക്കെ എക്സാമിൻ്റെ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് വർക്ക്സ് നമുക്ക് പഠിക്കാനുണ്ടാവും. പക്ഷേ പല വർക്ക്സും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ 2 വർക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ ആ 2 വർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഐദർ യു ഹാവ് ടു ആൻസർ ദിസ് ഓർ യു ഹാവ് ടു ആൻസർ ദി അതർ. ആ രീതിയിലാണ്. അപ്പം നിങ്ങൾ ആ പെയേഴ്സ് ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ PYQs വെച്ച് ആ പെയേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒരു വർക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ വർക്കിൻ്റെ നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ എഴുതാൻ സാധിക്കും. എല്ലാം പഠിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ വിവിധ ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് വീക്കിൽ കാര്യമായ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ്റെ കേസൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ആൻഡ് ഓക്കെ, 6th പോയിന്റ് ഇസ് യൂസ് അസൈൻമെൻറ്റ് ആൻസേഴ്സ് ഫോർ ക്വിക്ക് ക്ലാരിറ്റി. ഇത് പറയാനുള്ള കാരണം നമ്മൾ അസൈൻമെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് എസ്പെഷ്യലി നല്ല രീതിയിൽ ഉത്തരം എഴുതിയ ആളുകളാണെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങൾ പലപ്പോഴും അസൈൻമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ബ്ലോക്കിലെ ഒരു ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ ആ ബ്ലോക്ക് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്ത് അതിലെ പോയിൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തായിരിക്കും അസൈൻമെൻറ്റ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ വീണ്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ആ ബ്ലോക്ക് വായിക്കുന്നതിന് പകരം ഈ കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അസൈൻമെൻറ്റ്സ് എടുത്തിട്ട് അതിൽ ആൻസർ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ബ്ലോക്ക് ഓട്ടോമാറ്റിക്കലി കവറാവും. അത് കഴിയുമ്പോൾ ബാക്കി ബ്ലോക്കുകൾ, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ വരാത്ത ബ്ലോക്കുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് നമ്മുടെ ഫുൾ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട എല്ലാ യൂണിറ്റ്സും നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. സോ അസൈൻമെൻറ്റ്സിൻ്റെ ആൻസേഴ്സ് വായിക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്, എസ്പെഷ്യലി ഇഫ് യു ഹാവ് റിട്ടൺ ഓൾ ദോസ് റെലവൻറ്റ് പോയിൻറ്റ്സ് ഇൻ ദാറ്റ് അസൈൻമെൻറ്റ് ആൻസർ. ഓക്കെ. ആൻഡ് ദി 7th തിങ്, ഫോക്കസ് ഓൺ ഈസി ആൻഡ് സ്കോറിംഗ് ടോപ്പിക്സ് ഫസ്റ്റ്. അപ്പോൾ എപ്പോഴും വരാറുള്ള ടോപ്പിക്സ് അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ എക്സാമിനും വൺ ഓർ ദി അതർ വേ ചോദിക്കുന്ന ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, ആ ടോപ്പിക്സ് നിങ്ങൾ ഫസ്റ്റ് കവർ ചെയ്യുന്നതും നല്ല കാര്യമാണ്. ഓക്കെ. ആൻഡ് മേക്ക് ക്യുക്ക് റിവിഷൻ നോട്ട്സ്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചാൽ പഠിക്കുന്നെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഈ ക്യുക്കായിട്ടുള്ള റിവിഷൻ നോട്ട്സ് എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി എന്തെങ്കിലും ഡാറ്റ അല്ലെങ്കിൽ ഫാക്റ്റ്, ഇയർ അല്ലെങ്കിൽ പേരുകൾ, വർക്കിൻ്റെ എന്തെങ്കിലും പ്രത്യേക പേരുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സാമിന് കൂടുതലായിട്ട് വരുന്നതാണെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു എക്സാം ഹോളിന് കയറുന്നതിന് മുൻപ് നോക്കണമെങ്കിൽ സൈഡിലോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ പെട്ടെന്ന് കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തോ ഒരു നോട്ടാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, ഫൈൻ. ആൻഡ് റിവൈസ് ഡെയിലി ആൻഡ് സ്റ്റിക്ക് ടു യുവർ പ്ലാൻ ഇസ് എ 9th പോയിന്റ്. നിങ്ങൾ പഠിച്ച കാര്യം അന്ന് ഈവനിങ്ങിലൊന്ന് റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാവരും അങ്ങനെ ഡെയിലി റിവിഷൻ ചെയ്യുന്ന ആളുകളായിരിക്കില്ല. ചിലപ്പോൾ ഒരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞായിരിക്കും റിവൈസ് ചെയ്യുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ആ ഒരു ഇത്ര കഴിയുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക എന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് അധികം സമയമില്ലല്ലോ. അപ്പോൾ പഠിച്ച ഒരു 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒന്ന് തിരിച്ചു വന്ന എല്ലാ പോയിൻറ്റ്സും ഒന്ന് റീകോൾ ചെയ്യുന്ന റിവൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. സോ അതൊന്ന് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് ദ 10th തിങ് ഇസ് ദാറ്റ് സ്റ്റേ കോൺഫിഡൻറ്റ് ആൻഡ് കാം. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ അത്യാവശ്യം നിങ്ങളെല്ലാം പഠിച്ചു എന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം. സോ അതിന് ഈ ആഴ്ച നന്നായിട്ട് പഠിക്കുക. ആൻഡ് യു ഷുഡ് റിമൈൻ കോൺഫിഡൻറ്റ് ആൻഡ് കാം. ഇനി നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ പഠിച്ച കാര്യം വെച്ച് നല്ല ഇഫക്റ്റീവായിട്ട് ഞാൻ എക്സാം എഴുതും എന്ന ആ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക. ആൻഡ് ബി കോൺഫിഡൻറ്റ് ആൻഡ് ബി കാം. ഓക്കെ. അപ്പോൾ ഈ 10 ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ എം ഷുവർ യു വിൽ ബി ഏബിൾ ടു ഡു യുവർ എക്സാം ഇൻ എ മച്ച് ബെറ്റർ വേ. And I wish every one of you good luck for your exam. So stay tuned for more updates from IGNOU Pointers channel. Thank you.